ഞാൻ ഡോക്ടർ അനിൽകുമാർ. എൻ്റെ കഥ ആ, ഞാൻ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് ജയിലറ. നട്ടുച്ചയ്ക്കും ഇരുട്ട് പറ്റിക്കിടക്കുന്ന ഒരു നീളൻ മുറിയിലേക്ക് ജയിലർ നടന്നു. അരണ്ട വെളിച്ചം അറച്ചു നിൽക്കുന്ന മുറിയുടെ മൂലയിൽ നരച്ച തഴപ്പായ കുത്തി നിൽക്കുന്നു. വക്കുപൊട്ടിയ ഒരു മൺകൂജ ഒറ്റപ്പെട്ട ഒരു ഓർമ്മ പോലെ കാത്തിരിക്കുന്നു. നിറം മങ്ങിയ രണ്ട് അലൂമിനിയം പാത്രങ്ങളും ഒരു മഗ്ഗും മുറിയുടെ മൂലയിൽ കാണാം. തേച്ചുമിനുക്കിയ ഉളി പോലെ വെളിച്ചക്കീറ് കിഴക്കേ ഭിത്തിയിൽ വീഴുമ്പോൾ ഒരു നഗ്നമേനിയുടെ ചൂര് കണ്ണുകളെ ചൂഴ്ന്നെടുക്കുന്നു. വരച്ചു തീരാത്ത ചില ദൈവങ്ങളും എഴുതിത്തീരാത്ത ചില പ്രാർത്ഥനകളും തേക്കേ ചുവരിൽ പായലുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഉദ്ദീകരിച്ച പുരുഷത്വം അവശേഷിപ്പിച്ച അഴുക്കുകൾ തീഷ്ണതയുടെ ചുവരെഴുത്തായി കിഴക്കേ ഭിത്തിയിൽ ചിത്രം വരച്ചിരിക്കുന്നു. മാറാലകൾ ചതിയുടെ ഭാഷയിൽ ഒരു കൊതുകിനെ സ്കെച്ച് ചെയ്തിരിക്കുന്നു. ചിന്തകൾ വേട്ടയാടുന്ന കണ്ണുകൾ താങ്ങിപ്പിടിച്ച മച്ചിൽ നിശ്വാസങ്ങൾ മേഘങ്ങളായി മാഞ്ഞുപോകുന്നു. കിഴക്ക് വടക്ക് മൂലയിലായി നരച്ച മുഖമുള്ള ഒരു മധ്യവയസ്കൻ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നു. ഒറ്റമുണ്ടാണ് വേഷം. ഇടത്തെ തോളിൽ നരച്ച ഒരു തോർത്ത്. കൈകളിൽ കറുത്ത നഖങ്ങൾ കടാര പോലെ വളർന്നിരിക്കുന്നു. നെറ്റിയിൽ പടർന്ന കഷണ്ടി പുതിയ ഭൂഖണ്ഡത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കണ്ണിന്റെ മുന കൊണ്ട് പൊട്ടിയ ഒരു കുപ്പി ഗ്ലാസ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറു ഭാഗത്തെ തനിയാവർത്തനങ്ങൾ ജീവിതമായ കണക്ക് പുസ്തകം വലിച്ചു കീറി ജയിലർ പുഞ്ചിരിച്ചു. കുടിയിറക്കപ്പെട്ട കുടിയേറ്റക്കാരനെ പോലെ അയാൾ പിടഞ്ഞെഴുന്നേറ്റു. ഒറ്റമുണ്ടിന് മുകളിലൂടെ അരക്കയ്യൻ ഷർട്ട് ധരിച്ചു. കാഴ്ച മങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നു. മഗ്ഗും നിറം മങ്ങിയ ബക്കറ്റും കയ്യിലെടുത്തു. നാരായണ, ജയിലിലെ മുതലുകൾ എടുക്കണ്ട, നിന്റെ തുണിയും കോണവും എടുത്തോളൂ. പൊട്ടിയ ഗ്ലാസ് കയ്യിലെടുത്തു. ജയിലർ കേശവൻ ഒന്ന് ചിരിച്ചു. നാരായണ, നിനക്ക് ഉടഞ്ഞു പോയതിനോടാണോ താല്പര്യം? ഏതായാലും ഇത് ജയിലിന്റെ മുതലല്ലേ. നിന്റെ അക്കൗണ്ടിലേക്ക് 16,000 രൂപ വന്നിട്ടുണ്ട്. നീ ഒരു ഗ്ലാസ് വാങ്ങി പൊട്ടിച്ചു സൂക്ഷിക്കുക. തോമസ് വാർഡൻ വായിലൊരു തെറി തടവി ഒതുക്കി. ഭാര്യയെയും മകളെയും കൊന്നപ്പോ ഈ സെന്റിമെന്റ്സ് ഇല്ലായിരുന്നല്ലോടാ കഴിവേറി. ജയിലർ തോമസിന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. സാറേ, ഇവൻ കൊന്ന സീത എൻ്റെ അയൽക്കാരിയായിരുന്നു. തോമസ് രാമനോ രാവണനോ ലക്ഷ്മണനാകാനേ ആഗ്രഹിച്ചുള്ളൂ സാർ. സീത മകളോ തോമസേ, പിഞ്ചു കുഞ്ഞ് ഷീജ 6 വയസ്സ്. ഈ പൊലയാടി മോൻ കൊന്നിട്ട് ഭോഗിക്കുന്നതോ ഭോഗിച്ചു കൊല്ലുന്നതോ പൈശാചികം. ഈ ദാർശനിക സമസ്യയിൽ ജയിലറിന്റെ ചിന്തകൾ വഴിതെറ്റിപ്പോയപ്പോൾ തോമസിനോടുള്ള ചോദ്യം പുറത്തുചാടി. തോമസേ, ശവഭോഗം ദൈവികമല്ലേ? സംഹാരത്തിൽ ദൈവവും ചെയ്യുന്നത് ശവഭോഗം. നാരായണന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത മുഖ്യസാക്ഷി തോമസ് അല്ലേ? പൂർണ്ണമായി വിശ്വസിക്കാനാവാത്ത സാക്ഷിയായതിനാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കുറ്റക്കാരനായി കാണുന്നു. എന്തോ ഒരു അഴകുഴമ്പൻ വിധി. ഞാൻ 108 ആവർത്തി ആ വിധി വായിച്ചു. ഇന്നും രാമന്റെ സീതയുടെ പാതിവൃത്യ സംശയം പോലെ എന്റെ സംശയവും തീരാതെ പെയ്യുന്നു. നാരായണനല്ല, നിഴലുകളല്ലാത്ത ഒരു പ്രതിയാണ് കുറ്റവാളി എന്ന ഉൾവിളി. ജയിലറിന്റെ ചോദ്യം തോന്നിവാസമായി തോമസിന് തോന്നി. നാരായണന് പ്രസക്തമായി തോന്നി. എന്നാലും നിയമത്തിന്റെ ആഭാസ പുസ്തകത്തിലെ തടവുകാരനായതിനാൽ മൗനം പാലിച്ചു. എങ്കിലും ആഴത്തിലേക്ക് കുഴിഞ്ഞ കണ്ണുകൾ സ്വന്തം മനസ്സ് വാരി വിതറി. 16 വർഷം കൊണ്ടും തീരാത്ത വിശ്വാസം തോമസ് തെറിയാക്കി ഉള്ളിൽ കുഴിച്ചിട്ടു. വിശ്വാസത്തിന്റെ വൈവിധ്യത്തിൽ ജയിലറും നാരായണനും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ തൊഴിൽ ദൈവങ്ങൾക്ക് വീതിച്ചു നൽകി. ഇതേസമയം എല്ലാ പഴിയും സ്വയമേറ്റ് പഴികേട്ടു മടുത്ത ദൈവങ്ങൾ ജനിപ്പിച്ചതിൻ്റെയും വളർത്തിയതിൻ്റെയും കൊന്നതിൻ്റെയും പാപങ്ങൾക്കായി പല ദൈവങ്ങളെ സൃഷ്ടിച്ച് വിശ്രമിച്ചു. ദർശനങ്ങളുടെ സംഘർഷത്തിലാണ് മെയിൻ ഗേറ്റ് കടന്ന് ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നാരായണനെ തിരക്കി തോമസ് വഴിയിൽ നിന്നത്. നാരായണ, നീ പ്രേമിച്ച് ഒലിപ്പിച്ച് മയക്കി സീതയെ സ്വന്തമാക്കിയത് വളർത്താനോ കൊല്ലാനോ? നീ പ്രേമിച്ച് ഭോഗിച്ച് ദാഹിച്ച് മോഹിച്ച് ഷീജയെ ജനിപ്പിച്ചത് വളർത്താനോ കൊല്ലാനോ? കൊന്നിട്ട് ഭോഗിക്കുന്നത് ധർമ്മമോ അധർമ്മമോ? ചോദ്യം കേട്ട് 16 വർഷത്തിന് ശേഷം നാരായണൻ ചിരിച്ചു.
കണ്ണിൽ നിന്നും ഇരുട്ട് കട്ട പിടിച്ച് താഴെ വീണു. തിമിര ശസ്ത്രക്രിയ ചെയ്തു കുഴഞ്ഞ ഭിഷഗ്വരനെ പോലെ സൂര്യൻ ഉച്ചിയിലായി. നാരായണന്റെ നാവിൽ സൂര്യന്റെ കീറ്. തോമസേ, ഞാൻ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. 16 വർഷം കാനനവാസം, പിന്നെ സംഹാരവും. നാരായണന്റെ സ്ഫടികക്കീറിന്റെ ന്യായവിധിയിൽ തോമസ് സ്വർഗം പൂകിയപ്പോഴാണ് കഥയുടെ തുടർവായന സാധ്യമായത്. ഭോഗത്തിന്റെ കറുത്ത രാത്രിയിൽ 16 വർഷം മുമ്പ് മഴയുടെ ലഹരിയിലാണ് തോമസ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമായത്. നാരായണനെ രാവണനായി വരച്ചുവെച്ച നാരായം തോമസ് ആയതിനാൽ കഥകൾ 16 വർഷം തലകീഴായി തൂക്കിയിട്ടു. വീണ്ടും ജയിൽ വാർഡന്റെ കൊലയുടെ ചോരയുമായി വെളിച്ചമില്ലാത്ത വനവാസത്തിനായി നാരായണനും അതേ നീണ്ട ഇരുട്ടുവീണ മുറിയിൽ. നന്ദി.